ഞാൻ കുറേ കമൻസ് ഉണ്ട് പല രീതിയിലുള്ള പോസിറ്റീവ് ഉണ്ട്, അതായത് അതിനെ നല്ല രീതിയിൽ ചെയ്യുന്നതുണ്ട്, ഓപ്പോസ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഒരു പക്ഷെ അങ്ങനെ ഒരു കോൺവെർസേഷൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ല. അതിൻ്റെതായ രീതിയിൽ അതിപ്പം അത് കമ്പയർ ചെയ്ത് തെറ്റായി പോയി എന്ന് പറയുന്നതിനെ കൊണ്ട് ചിലപ്പോൾ അതൊരു മഞ്ജുവും മഞ്ജു കാവ്യ കാവ്യ അത് ആയതുകൊണ്ടാകാം അത്രയൊരു വിമർശനം നടന്നിരിക്കും. അതിപ്പം മുന്നത്തെ വേറെ ഏതെങ്കിലും ഇപ്പം ഇന്ദിരാഗാന്ധിയും ഡയന, കമ്പയർ ബിറ്റ്വീൻ ഇന്ദിരാഗാന്ധി ആൻഡ് ഡയന എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പം അത് ഓൾറെഡി ലൈം ലൈറ്റിൽ നിന്ന് പ്രശ്നമില്ലത് കൊണ്ടായിരിക്കും അതൊരു ആൾക്കാർ. പക്ഷെ അതിൻ്റെതായ രീതിയിൽ ഇപ്പം ശോഭ ചിലപ്പോൾ അതൊരു ജസ്റ്റ് ഒരു പ്രസൻസ് ഓഫ് മൈൻഡിൻ്റെ ഒരു ഇതിൽ ചോദിച്ചതായിരിക്കാം. അതിനെ ഇത്ര വിമർശിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് ഓക്കെ. അപ്പം ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പം കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കംപ്ലൈൻസ് ഉണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട്. ശരിക്കും നിങ്ങളുടെ ഇതിന് ലഹരി ഉണ്ടോ, ഉപയോഗിക്കുന്ന ആളുകളുണ്ടോ, അങ്ങനെ ആൾക്കാർ ട്രെയിൻ ചെയ്യിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞുതരാം. പ്രൊഫഷണലി പ്രൊഫഷണൽ എന്ന് വിളിക്കുന്ന മോഡൽസ് ഒരിക്കലും അവർ അമിതമായ ഭക്ഷണം പോലും കറക്റ്റായി കഴിക്കില്ല. കാരണം അവരെ ശരീരത്തെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. അവരുടെ ശരീരത്തെ സ്നേഹിക്കുന്നത് വെച്ചാൽ ഇതിനെ ഏതൊരു ജോബിനെ പോലെയും ഇതിനൊരു ജോലിയായി കാണുന്ന എത്രയോ വ്യക്തികൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. എത്രയോ മോഡൽസ് ഉണ്ട് എന്നെ ഇതിനെ റിയലി ഒരു പ്രൊഫഷനായിട്ട് കണ്ടെന്ന്. അവർ കറക്റ്റായിട്ട് ഭക്ഷണം പോലും കഴിക്കില്ല. അവരുടെ ജീവിതം അവർ ഇതിനു വേണ്ടി ഒഴിഞ്ഞിട്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു മോഡൽസും ഡ്രിങ്ക്സ് പോയിട്ട് ഒരു വൈൻ പോലും കുടിക്കാത്ത എത്രയോ ആൺകുട്ടികളും ഉണ്ട്, പെൺകുട്ടികളും ഉണ്ട്. പിന്നെയല്ലേ ഡ്രഗ്സ്. ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഫെയിം ആയാൽ മതി. അത് എങ്ങനെയായാലും. അപ്പോൾ എന്താ അബദ്ധങ്ങൾ പറ്റുന്ന വെച്ചാൽ ഇവരിപ്പോൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ലൈക്സ് ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, ഫാഷൻ ഫോട്ടോഗ്രാഫേഴ്സ്, വൺസോ ലേബിളിൽ വിളിക്കുന്ന കുറേ ഫാഷൻ ഫോട്ടോഗ്രാഫേഴ്സ്. അവരെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു കുട്ടീൻ്റെ മോഡൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ കിട്ടിയാൽ മതി. ഈ കുട്ടിയാണെങ്കിൽ ചെറിയ ഉടുപ്പിട്ട് ലിപ്സ്റ്റിക് ഇട്ട് ഹീൽ ഇടുമ്പോഴേക്കും മോഡൽ ആവുന്നില്ല. ഏതൊരു മേഖലയെ പോലെ ഏതൊരു ആർട്ട് ഫോമിന്റെ പോലും ദിസ് ഇസ് ഓൾസോ എൻ ആർട്ട് ഫോം. ഇതിനും ഇതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഭരതനാട്യം കളിക്കുമ്പോൾ ആരെങ്കിലും മുദ്രകൾ തെറ്റിപ്പിടിക്കുകയോ ഇല്ല. അപ്പോൾ ആർട്ട് ഫോം സെയിം വേ ഇത് കാറ്റ് വാക്ക് ആയിട്ടോ റാം വാക്ക് ആയിട്ടോ ഇതിനും അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ മോഡൽ എന്ന് വിളിക്കുള്ളൂ. അല്ലാത്തൊരാളെ ഞാൻ മോഡൽ എന്ന് വിളിക്കില്ല. സോ അപ്പം ഇങ്ങനത്തെ ഇൻഡസ്ട്രീനെ ഈ കുറേ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ സോ കോൾഡ് കൊറിയോഗ്രാഫേഴ്സ്, സോ കോൾഡ് ഗ്രൂമേഴ്സ്, സോ കോൾഡ് കോർഡിനേറ്റേഴ്സ്, മോഡൽ കമ്പനി എന്ന് പറഞ്ഞൊരു ടേം ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഇല്ല. ദേ ആർ കോൾഡ് മോഡലിംഗ് ഏജൻസീസ്. ഓക്കെ, അതിൻ്റെ അർത്ഥം പോലും അറിയാണ്ടാണ് ഇന്ന് ഇവിടെ കുറേ മോഡലിംഗ് കമ്പനീസ് തന്നെ നടക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ആൾക്കാർ അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ കുട്ടികളെ പല ഇഷ്യൂ പിടിക്കും. എന്നിട്ട് അങ്ങോട്ട് പൈസ കൊടുക്കുക, നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ തുണി കൊണ്ടുവരിക, കോസ്റ്റ്യൂം കൊണ്ടുവരിക, റാമ്പിൽ നടക്കുക, അങ്ങോട്ട് പേയ്മെന്റ് കൊടുത്ത് റാമ്പിൽ നടക്കുന്നത് ഞാൻ ശരിക്കും ഇവിടെയാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അല്ല, ഞാനും കേട്ടിട്ടുണ്ട് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഡ്രസ്സും ഇതൊന്നും പ്രൊഫഷണൽ ആയിട്ട് അല്ലാത്തത് അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ. ഞാൻ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചപ്പോൾ എന്നെ ഭയങ്കര പൊങ്കാലിട്ട് എല്ലാവരും. എനിക്ക് അഗെയിൻസ്റ്റ് ഭയങ്കര ഗൂഢാലോചന വരെ നടത്തി. അങ്ങനെ ശത്രുക്കളുണ്ടോ ഇൻഡസ്ട്രിയിൽ? ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ ഞാൻ തുറന്നടിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ ഞാൻ അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല വേറെ ആർക്കും പറയാനുള്ള അധികാരവും ഉണ്ടെന്ന് ഇതിനെ പറ്റിയിട്ട്. മനസ്സിലായില്ലേ? ഇതിനെപ്പറ്റി ടെക്നിക്കലി സംസാരിക്കാൻ ഒരാൾക്കും എൻ്റെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കാനുള്ള ധൈര്യമില്ല. പലരും ഇപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ഇറക്കം കുറഞ്ഞ ഡ്രസ്സും ഹൈ ഹീൽസും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മോഡൽസ് ആയി, പിന്നെ അടുത്ത ഇവന്റ് വരുമ്പോ അവര് ട്രെയിനേഴ്സ് ആയി. അപ്പൊ എന്താ വെച്ചാൽ എന്ത് പ്രശ്നത്തിൽ പെട്ടാലും എന്താ ചെയ്യുന്ന മോഡൽ. മീഡിയക്കാർക്കും അത് മതി. ഞാൻ മിക്ക പ്രശ്നങ്ങളിൽ വരുന്ന ഡാലൂന് എന്താ അറിയാമെന്ന് മീഡിയക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അങ്ങനത്തെ. അപ്പം പിന്നെ മോഡലായിരിക്കില്ലല്ലേ? ഒരിക്കലല്ല. ശരിക്കും ഏജൻസിയും അതേപോലെ ഈ പറഞ്ഞ പോലെ കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം, മോഡലിംഗ് കമ്പനി, മോഡൽ ഏജൻസി. മോഡലിംഗ് കമ്പനി എന്ന് പറഞ്ഞൊരു ടേം ഇല്ല. ഇറ്റ്സ് ഓൾ മോഡലിംഗ് ഏജൻസി. മോഡലിംഗ് ഏജൻസിന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നൗ ഐ സൈൻഡ് അപ്പ്. എൻ്റെ ഒരു ഏജൻസി, എൻ്റെ കമ്പനിയിൽ ഒരു മോഡൽ വന്ന് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് മൈ ഡ്യൂട്ടി ആ ഒരു മോഡലിന് ഇത്ര വർക്ക് കൊടുക്കണം, ഇത്ര ഷൂട്ട്സ് പെർ മന്ത്, ഇത്ര ഷൂട്ട്സ്, ഇത്ര ഷോസ്, ഇത്ര സാലറി. ഇതാണ് ഏജൻസീസിന്റെ ഡ്യൂട്ടി. ഇവിടെ എത്ര ഏജൻസി അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്? ഇല്ല. അപ്പം
ഈ ഇൻഡസ്ട്രീനെ ചുരുക്കം പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് ഇൻഡസ്ട്രി നശിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഈ കാസ്റ്റിംഗ് കൗച്ച്, ആ, പിന്നെ യൂസേജ്, അഡ്ജസ്റ്റ്മെന്റ്സ്, ഇപ്പൊ ബോയ് ഓർ ഗേൾ, അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്സ് അങ്ങനെയുള്ള കാരണം ഇന്നിപ്പോ എല്ലാവർക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും മോഡലായാൽ മതി. ഡു ഓർ ഡൈ, എന്റെ ഫോട്ടോ എങ്ങനെയെങ്കിലും വൈറലാവണം, ഞാൻ എങ്ങനെയെങ്കിലും വൈറലാവും. ഞാൻ എങ്ങനെയെങ്കിലും വൈറലാണ്. അവിടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എവിടെ ഇവരൊക്കെ എന്ന് ഇതിനോട് നോ പറയാൻ പഠിച്ചോ അന്ന് അവരുടെ ലൈഫ് തന്നെ അവർ സക്സസ് ആവും. വെൻ യു സ്റ്റാർട്ട് സെയിങ് നോ, നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഓൾ ദി സോൾവ്സ് ആർ സോൾവ് ചെയ്യുക. ആരും ഒരാൾ നിർബന്ധിച്ച് ഡ്രഗ്സിന് അടിമയാക്കാനോ അവരെ ശരീരത്തിൽ തൊടാനോ ഒരാൾക്കും ധൈര്യം ഉണ്ടാവില്ല, അല്ലേ? ഒരാൾക്ക് നമ്മളൊരു അനുവാദം ഇല്ലാണ്ട് നമ്മളെ മെയിൽ തൊടാനോ ഒരാൾക്കും, ബിക്കോസ് മൈ ബോഡി മൈ റൈറ്റ്സ്. അപ്പം അതിനോട് കോംപ്രമൈസ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ജീവിതം മുഴുവൻ കോംപ്രമൈസ് ചെയ്ത് നടക്കേണ്ടി വരും. പക്ഷെ ഇങ്ങനെയുള്ള ചില ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് പലരും വരാൻ പേടിക്കുന്നുണ്ട്. അതിനെ മാറ്റാൻ എന്ത് ചെയ്യാൻ കഴിയും? ഇന്നിപ്പം പണ്ട് കാലങ്ങളിലാണെങ്കിൽ നമുക്കിപ്പം എക്സാമ്പിൾ ഇപ്പം ഒരു ഡാലു കൃഷ്ണദാസ് തന്നെ പറഞ്ഞൊരു വ്യക്തിനെ പണ്ടൊക്കെ ആണെങ്കിൽ അറിയാൻ ഭയങ്കര ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം നമുക്കൊരു. ഇന്നിപ്പോൾ എല്ലാം നിങ്ങളെ ഫിംഗർ ടിപ്സിലുണ്ട്. ഇപ്പം ഡാലു കൃഷ്ണദാസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എൻ്റെ ഫുൾ ബയോഗ്രാഫി വരികയല്ലേ, ബയോഡാറ്റ വന്നു, എന്ത് ചെയ്തു. അപ്പം ഞാൻ ഓരോ വ്യക്തി ഇന്നിപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഓരോ വ്യക്തികളോടും ഞാൻ പറയുന്നതാണ്, ഡു എ റിസർച്ച്, അണ്ടർസ്റ്റാൻഡ് ദ ഇൻഡസ്ട്രി. അല്ലാണ്ട് നിങ്ങൾ ഇറങ്ങി വന്നിട്ട് ഇൻഡസ്ട്രീനെ കുറ്റം പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. ഫസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദിസ് ഇൻഡസ്ട്രി. നിങ്ങൾ ഒരാളെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അയാളെ പറ്റിയിട്ടൊരു ബേസിക് ഐഡിയ മനസ്സിലാക്കി വെക്കേണ്ടത് നിങ്ങളെ കടമയാണ്. അതിപ്പോൾ ഏതൊരു ജോബ് നമ്മളൊരു കമ്പനിയിൽ ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ കമ്പനീനെ പറ്റി മനസ്സിലാക്കില്ലേ, അറ്റ്ലീസ്റ്റ് റിസർച്ച് ചെയ്ത് നോക്കില്ലേ. ഇറ്റ് ഈസ് ദ സെയിം വേ. അപ്പോൾ ഇതിനെ ഒരു പ്രൊഫഷനായിട്ട് കണ്ട് ഇതിനൊരു ജോബായി കണ്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും തീരും. പ്രശ്നം പകുതി മുക്കാലും തീരും. പിന്നെ നല്ലതും ചീത്ത എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്, അല്ലേ? എല്ലായിടത്തും ഉണ്ട്. ഈ മോഡലിംഗ് ചെയ്യുന്ന, ഫാഷൻ ഡിസൈനിങ്, ചില കൊറിയോഗ്രഫി ചെയ്യുന്ന ആൾക്കാർക്ക് ചില ആളുകളിൽ ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകതയാണ് അവരൊരു പ്രത്യേക ടൈപ്പ് നടത്തും, പ്രത്യേക ടൈപ്പ് സംസാരം, പിന്നെ അവരുടെ ഡ്രസ്സിങ്, അവരുടെ സ്റ്റൈലിംഗ് ഒക്കെ ഭയങ്കര വ്യത്യസ്തമായിരിക്കും. ഇപ്പം ആണുങ്ങളാണെങ്കിൽ ആ രീതിയിലേക്ക് മാറുന്നുണ്ട്. അവരെ സമൂഹം വേറൊരു രീതിയിലാണ് കാണുന്നത്. അങ്ങനെ ഒരു വിളി സമൂഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ആ സമൂഹത്തിന് ചോദ്യം ചോദിക്കാൻ യാതൊരു അവകാശവും ഇല്ല. അൺടിൽ സൊസൈറ്റീസ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ ഒരു ഇറ്റ്സ് മൈ ബോഡി മൈ റൈറ്റ്സ്, എൻ്റെ ഇഷ്ടമല്ലേ ഞാനിടും. പിന്നെ ഫാഷൻ ഇൻഡസ്ട്രി ഈസ് മോർ ലൈക്ക് എ ക്രിയേറ്റിവിറ്റി ഉള്ളൊരു ഇൻഡസ്ട്രിയാണ്. ഈവൻ ആസ് എ ഡിസൈനിങ് അല്ല, ഡിസൈനേഴ്സ് ആണെങ്കിൽ പോലും ദ പീപ്പിൾ ലൈക്ക് വി ആർ മോർ ക്രിയേറ്റിവിറ്റി പീപ്പിൾ. നമ്മൾ ചിന്തിക്കാനും നമുക്ക് അതിനെ വളർത്തിയെടുക്കാനും വളരെ കഴിവുള്ള ആളുകളാണ്. അതുകൊണ്ടായിരിക്കാം മിക്ക ഇന്ന് ഫാഷൻ ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ദ ഗേ പീപ്പിൾ ആർ മോർ ടാലൻറ്റഡ്. ഇനിയിപ്പം അങ്ങനെ ഒരു LGBTQ കമ്മ്യൂണിറ്റീനെ മാറ്റി നിർത്താൻ ഇവിടെ മാത്രം ചില ആളുകൾ മാത്രമേ, അതും നേരിട്ട് കാണുമ്പോൾ അവർക്ക് അത് പറയാനുള്ള ധൈര്യമില്ല. അവർ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് തെറി വിളിക്കുന്നതിൽ ദേ ആർ ജോബ്ലെസ് ആക്ച്വലി. ശരിക്കും LGBT കമ്മ്യൂണിറ്റീനെ ഡാലു ബ്രോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ തീർച്ചയായിട്ടും ഞാൻ അവരെ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ തന്നെ ദ്വയ എന്ന് പറയുന്ന ഒരു അവരെ സംഘടന വരുമ്പോൾ ഞാൻ അവരെ ഗ്രൂം ചെയ്യാറുണ്ട്. എത്രയോ കുട്ടികളെ ഞാൻ എൻ്റെ കൂടെ നിർത്തി. ഇന്ന് എൻ്റെ മോള് തന്നെ പറയാം, അങ്ങനത്തെ ഒരു കുട്ടിയാണ് എൻ്റെ കൂടെ നിന്ന് വളർന്നു വന്ന കുട്ടിയാണ് സ്വീറ്റി ബെർണാഡ്, കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ന്യൂസ് റീഡർ. അവരൊക്കെ ഒരു ഹ്യൂമൻ ബീങ് ആയി കാണുക, ഒരു മനുഷ്യരായി കാണുക. അവരെന്ത് ഐഡന്റിറ്റി ആയാലും നമുക്ക് നമ്മളല്ലല്ലോ അവർ നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. പക്ഷെ കേരളത്തിൽ ഞാൻ ജീവിക്കുന്നുണ്ട്, എനിക്ക് ഇവിടുത്തെ കാര്യമേ പറയാൻ പറ്റുള്ളൂ. പലരും അവരെ അങ്ങനെയുള്ള പേരുകളൊക്കെ വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്യണത്. ഇത് പൂർണ്ണമായിട്ടും ആരും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ കുറെ എൻ്റെ ഒരു സ്റ്റാർട്ടിങ് ജേർണി എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നൈയിലായിരുന്നു. അതിനെ കൊണ്ട് ഐ ഡിഡ്ന്റ് ഫേസ് ഇറ്റ് മച്ച്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്ന് തെറി വിളിക്കുന്നത് ഐ ഡോണ്ട് കെയർ. അല്ലാതെ ഇപ്പം ഏതൊരു ഫംഗ്ഷനും ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്ന സെലിബ്രിറ്റീസ് നിൽക്കുന്ന അതേ ഇതിൽ തന്നെ അവർ എന്നെ ആക്സെപ്റ്റ് ചെയ്ത് എന്നെ നിർത്തുന്നുണ്ട്, കൈ ഉയർത്തി നിർത്തുന്നുണ്ട്. ബി ഹാപ്പി. ഞാൻ എല്ലാവരും ഐ ആം ഹാപ്പി ആൻഡ് ഐ സീ ദാറ്റ് എൻ്റെ ചുറ്റുള്ളവർ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. അത്രേ ഉള്ളൂ. ഇവിടെ എന്ത് സംഭവിച്ചാലും എന്ത് തലത്തി പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. കാരണം എനിക്ക് എന്നെ ഭംഗി നോക്കിയിട്ട് പറയും. എനിക്ക് ഇപ്പോഴും മനസ്സിലാത്തത് എങ്ങനെ ഇങ്ങനെ സ്വന്തമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നു. ഞാൻ എന്റെ കണ്ണാടി നോക്കിയിട്ട് എനിക്ക് എത്ര നേരം എന്നെ നോക്കിയിരുന്ന വെച്ച് എനിക്ക് ഇരിക്കാൻ പറ്റും.
അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഐ ആം സോ ഹാപ്പി അബൌട്ട് മൈസെൽഫ്. അവിടെ വേറെ ഒരാൾക്ക് സ്പേസ് ഇല്ല. സ്പേസ് ഇല്ല തീരെ. അത് എൻ്റെ മമ്മിക്ക് പോലും സ്പേസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും മമ്മിക്ക് സങ്കടം വരില്ലേ? അപ്പം എന്താണ് എന്റെ മകൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അമ്മയ്ക്ക്. അമ്മ പറയാ നല്ലത് അവനെ സ്നേഹിക്കുന്നത്. അത് അത്ര ശല്യം കുറയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താ വെച്ചാൽ ഒരു വ്യക്തിക്ക് എന്നെ ഒരിക്കലും വേദനിപ്പിക്കാൻ പറ്റില്ല. ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്നെ ഡാലുവിനൊന്ന് ഇതാക്കിയിട്ട് ബാക്കി ഇല്ല. ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാത്തിനും നേരിടുക. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് ആയിരിക്കാം ചിലപ്പം ഇങ്ങനത്തെ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് എനിക്ക് തന്നിരിക്കുന്നത്. കോൺഫിഡൻറ്റ്, ഓവർ കോൺഫിഡൻ്റ് അല്ല. ഐ എം എ ഗോഡ് ഫിയർ പേഴ്സൺ ആണ്, ബട്ട് ഐ എം കോൺഫിഡൻറ്റ്. ഞാൻ എയിം ചെയ്താൽ ഞാൻ ഐ ഡു ഹാർഡ് വർക്ക് ടുവേർഡ്സ് ദാറ്റ്. കാരണം ആരും നമുക്ക് ജോലി വീട്ടിൽ കൊണ്ട് തരില്ല, നമ്മൾ തേടി പോയി. വിശ്വാസമുണ്ടോ? ഓഫ് കോഴ്സ് യെസ്. ഞാൻ പറഞ്ഞില്ല ഗോഡ് ഫിയർ ചൈൽഡ് ആണ് ഞാൻ. അല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഓഫ് കോഴ്സ് ഞാൻ അമ്പലങ്ങളിൽ പോകും. ഇന്നലെ ഞാൻ ചോറ്റാനിക്കരയ്ക്ക് പോയി വന്നതേ ഉള്ളൂ, എറണാകുളത്ത്. ഞാൻ അതിലും ഞാൻ അത് പിന്നെ നമുക്കൊരു എനിക്കൊരു അവിടെ എത്തുമ്പോൾ ഒരു പീസ്ഫുൾ മൈൻഡാണ്. അതുകൊണ്ട് എല്ലാം ഞാൻ മോർ ദാൻ ദാറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മൾ കാരണം, ഞാൻ കാരണം ഒരു 10 കുടുംബത്തിൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് മോർ ദാൻ ദാറ്റ് വേറെ ബ്ലെസ്സിങ് ഇല്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് കേട്ടോ. ആൻഡ് ഐ തിങ്ക് ഐ എം ഡൂയിങ് ദാറ്റ്. എത്രയോ പേരെ ഞാൻ കൈ ഉയർത്തി മേഖലകളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം ഞാൻ കാരണം അത്രയും ആളുകളിലേക്ക് സന്തോഷവും അവരെ വീടുകളിലേക്കില്ലേ അത്രയും വയറിലേക്കില്ലേ ഭക്ഷണവും ഒക്കെ കൊടുക്കാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ബ്ലെസ്സിങ്. അതിപ്പം ഞാനിപ്പോൾ ഒരു അമ്പലത്തിൽ പോയിരുന്ന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥിച്ചത് എന്നെക്കാട്ടും ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്താൽ ഐ തിങ്ക് ദാറ്റ് ഇസ് മോർ ബ്ലെസ്സിങ്. അങ്ങനെ ചിന്തിക്കുക. പിന്നെ അമ്പലങ്ങളൊക്കെ പോകുന്നത് നമുക്കൊരു മനസ്സിനൊരു കുറച്ചു നേരം അവിടെ പോയിരിക്കുമ്പോൾ യു ഫീൽ സോ. നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം ദൈവത്തിന് എത്രയും. ഇപ്പം എപ്പോഴും ഫാമിലി, ഞാൻ കർമ്മയിലും നല്ലോണം വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഐ ബിലീവ് ഇൻ സ്ട്രോങ് ബിലീവ് ഇൻ കർമ്മ. കാരണം ഇപ്പം ഓക്കെ, നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ തിരിച്ചാഗ്രഹിക്കാറില്ല. ഐ നെവർ എക്സ്പെക്ട് റിട്ടേൺ ഫ്രം എനി വൺ. എന്നാൽ നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ അവരൊരു മുഖത്തൊരു പുഞ്ചിരി വരുത്തുണ്ട്. പക്ഷെ നമുക്ക് തിരിഞ്ഞു കുത്തുമ്പോൾ ഡെഫിനറ്റ്ലി കർമ്മ ഒരു ദിവസം അവർക്ക് കൊടുക്കും, ആരാണെങ്കിലും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.